ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മോളോസിൻ്റെ ഒരു ഹാപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. ഇതിൻ്റെ മക്കൾ വരുന്നുണ്ട്. പക്ഷേ ഒത്തിരി പാടുപെട്ട് ടയേർഡായി. എന്നാ പറയുന്നത്, വീട്ടിൽ നിന്ന് 8 മണിക്ക് ഇറങ്ങിയാലേ ആ ബസ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. വീട്ടിൽ നിന്ന് 8 മണിക്ക് ഇറങ്ങിയതാണ് എൻ്റെ കുഞ്ഞും അമ്മും കൂടെ. എൻ്റെ ദൈവമേ, ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല. 4 മണിയാകാൻ പോവുകയാണേ. എൻ്റെ ദൈവമേ, 3:45 കഴിഞ്ഞു. ഇതുവരെ വന്നിട്ടില്ല. എവിടെ എത്തിയെന്ന് അറിയത്തില്ല. ഞാൻ മുമ്പേ വിളിച്ചപ്പോഴും അമ്മ വാഗമണ്ണ് കയറുന്നേ ഉള്ളതാണ് പറഞ്ഞത്. എൻ്റെ മാതാവേ, 2:15 നമ്മൾ പരപ്പേ വരേണ്ടതാണ്. ഒന്നും കഴിച്ചിട്ടും ഇല്ല. മടുത്ത് തളർന്ന് കുത്തി അവശതയായി കണ്ടും. അപ്പം ഞാൻ വിചാരിച്ചു ഓടിച്ചെല്ലാം പരപ്പേ പോയി നിൽക്കാം, കൊച്ചിനെ ഒന്ന് കൈമാറാനേലുവേ. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. മടുത്ത് ശരിക്കും മടുത്ത് കാണും. എന്നാലും കുഞ്ഞുങ്ങൾ വരുന്നതിന് ഒരു ഭയങ്കര സന്തോഷമുണ്ടോ. ചേട്ടായാണെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കുമാരി ചേച്ചി ഇന്ന് ചിലപ്പോൾ ഞാനിവിടെ കാണത്തില്ല. എനിക്കൊരു യാത്ര ഉണ്ടായിരുന്നേ. ഞാൻ പിന്നെ പിള്ളേർ വരുന്നതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ. കുമാരി ചേച്ചിയോട് ഇന്നലെ പറഞ്ഞായിരുന്നു അമ്മു. വീഡിയോ കോൾ എന്നെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ കുമാരി ചേച്ചിയുടെ അവിടെയായിരുന്നു ഞാൻ. അപ്പോൾ കുമാരിയമ്മ നാളെ ഞാൻ വരുന്നുണ്ടെന്നുണ്ട്. ഇപ്പം വരെ ചോറുണ്ടാതെ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മു എന്നാ മോനെ വരാത്ത, നീ എവിടെയാണ്? ഞാൻ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട് ചേച്ചിന്ന്. അന്നേരം പറയാം, ദൈവമേ അമ്മു വരാത്തതിന് വേണ്ട അമ്മയോട് ചോറുണ്ടാതിരിക്കാന്ന് സ്മിത പറയാം. ഞാൻ പറഞ്ഞു ഉണ്ടോ ഇനി വണ്ടിയെന്ന് മടുത്ത് നടന്നു കുത്തി വന്നു കഴിഞ്ഞാലത്തെ കാര്യമെല്ലാം കണക്കാം. എന്തായാലും കുറച്ച് ദിവസം ഇനി നമ്മുടെ കൂടെ കിങ്ങിണി മോളും അമ്മ ഉണ്ടായിരിക്കും. ഹാപ്പി വീഡിയോ ആയിരിക്കും. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പാറ പള്ളി പെരുന്നാളാണ്. അതിന് കുഞ്ഞിനെ കൊണ്ടൊന്ന് കഴുന്നൊക്കെ ഒന്ന് എടുപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കൊച്ചുമക്കളുടെ എല്ലാവരുടെയും പേരിലും മക്കളുടെ പേരിലും എല്ലാ വർഷവും എടുക്കും. അപ്പം എൻ്റെ എല്ലാ മക്കളുടെയും പേരിലും കൊച്ചുമക്കളുടെ പേരിലും എടുക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അമ്മുവും കൊച്ചും വിഷ്ണുവും വന്നെടുത്തു. ഈ പ്രാവശ്യം ഏതായാലും ഭാഗ്യം മുടക്കം അവർ വന്നിട്ടുണ്ട്. ബാക്കി കൂടപ്പുറപ്പുള്ള ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. ശാന്തക്കൊച്ചി ഒന്നും വരുന്നില്ലെന്ന് പറഞ്ഞു, പനിയാന്ന് പറഞ്ഞു എല്ലാവർക്കും. ഉഷേച്ചിയൊക്കെ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയതാ, അതുകൊണ്ട് അറിയത്തില്ല. അപ്പോൾ എന്തായാലും പള്ളിപ്പെരുന്നാളിനൊക്കെ ഒന്ന് കൊണ്ടുപോയി നാളെ എല്ലാം ചെയ്യിപ്പിക്കണം. ഇന്ന് പ്രതീക്ഷണമൊക്കെ ഉണ്ട്. പറ്റുവാണെങ്കിലും മടുപ്പില്ലെങ്കിലും ഒന്ന് കൊണ്ടുപോയി കാണിക്കണം വൈകിട്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇന്നത്തെ നല്ല വിശേഷവും നല്ല വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പം നോക്കി ഇരുന്നിരുന്ന് മടുത്തു. സതീശൻ ചേട്ടനൊക്കെ ഷെഡിൻ്റെ എണ്ണുണ്ട് പണികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെയൊക്കെ നനച്ച് ഓസിട്ട് വെള്ളമൊക്കെ പുതിയ ഓസ് വെച്ച് ഞാൻ നോക്കിയപ്പോൾ ഈ കിണറ്റിൽ നിന്ന് ഓരോ ബക്കറ്റ് കോരിക്കൊണ്ട് ഒഴിച്ച് ഇതാക്കുക കേട്ടോ. ഞാൻ പറഞ്ഞാൽ ആ ഓസ് ഇട്ടെടുക്കുക. പക്ഷേ ഓസ ചെളി പറ്റിച്ചേക്കല്ലത്. ചെളിയൊന്നും പറ്റിക്കാതെ കൊണ്ട് അവിടെ ഇട്ട് കേട്ടോ. വെള്ളം അടിച്ച് നനച്ച് ഷെഡിൻ്റെ അവിടെ അല്ല. അതിന് വെയിൽ കൊള്ളാതിരിക്കാൻ പിന്നെയും മറയ്ക്കുക. ഏലപ്പാറ എത്തിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോഴത്തേനും നമുക്ക് 6 കിടന്ന് അക്കരെ കയറി നിൽക്കാം. പാവം അടുത്ത് ഉപ്പാട് കുത്തിക്കാണും കേട്ടോ. ഇന്ന് രണ്ടും കൂടെ ദൈവമേ, 8 മണിക്ക് 7 അങ്ങോട്ടായപ്പോൾ ഒരു ഇഡലി നിന്നിട്ട് കയറിയേക്കുന്നത്. പരപ്പേ വന്ന് നിൽക്കുക കേട്ടോ. ഇതുവരെ വന്നിട്ടില്ല. ആ ഉമ്മായി വന്നതിനും നമ്മളവിടുന്ന് 6 കിടന്നാണ് വന്നത്. ഭയങ്കര പാടുപെട്ട് വന്നിട്ടില്ല. വരട്ടെ കേട്ടോ. വരുന്നുണ്ട് കേട്ടോ. ഉപ്പാട് കുത്തി ശരിക്കും പടുത്ത് ഉപ്പാട് കുത്തിയാണ് കേട്ടോ. ഇത് പുതിയ വണ്ടിയാണ്, കട്ടപ്പന. അയ്യോ, കൊച്ചും അമ്മച്ചിയമ്മയും കൂടി ഉണ്ട്. അമ്മേന്നാട്ടാ വായിൽ വരുന്നേ. കൊച്ചും അമ്മച്ചിയമ്മയും കൂടെ വെള്ളത്തിൽ കൂടെ പോവാ. ഓ, ഇവിടെ ഇച്ചിരി വെള്ളം കൂടുതലാ അല്ലേ? എന്റെ പോലെ ഇതെനിക്ക് കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല. ഇത്ര നേരം വണ്ടി ഇരുന്നിട്ടാണോ? തെന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കാണാം. ഇല്ല, ഐഫോൺ വെള്ളത്തിൽ പോയാലും സീനില്ലമ്മേ, പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ ചെരുപ്പൂരി പിടിച്ചേക്കോ. അല്ല തെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളുക്കോന്ന് പറഞ്ഞ് വെള്ളത്തിൽ കിടക്കാനോ? ഒരു ശീല. പക്ഷെ ഇതായിട്ട് രസം. കാര്യം എന്താന്ന് പറയട്ടെ, ഒന്ന് ശരീരം അനങ്ങുമ്പോഴേ തെറ്റാവും. പക്ഷെ ഇവിടെ വലിയ തുളയൊക്കെ ഉണ്ട് കൈ. ഇവിടെ ഒരു ചേച്ചി കുളിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ക്യാമറ പൊക്കാത്ത. അത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. എന്ത് ഭ്രാന്തായാ? നല്ല കാര്യം. തുമ്പക്കൂടത്തിലൊക്കെ പാടി. നിങ്ങൾ തുമ്പക്കൂടത്തിൽ പാടുന്നതിന് കുഴപ്പമില്ല. അവിടെ ചേച്ചി ഇന്ന് കുളിക്കുന്നുണ്ട്. അതിനെ എടുത്ത് ഞാൻ എന്റെ പല്ലടിച്ചു പറിക്കും. ഇനി തുമ്പക്കൂടത്തിൽ പാടിക്കോ. തുമ്പക്കൂടത്തിൽ എടുക്കാൻ വേണ്ടി പോവാട്ടാ. കൊള്ളാട്ടോ. കുറേ നാളായി. ഈ പ്രാവശ്യം എന്തായാലും വന്ന് പാറ്റി വന്ന് കുളിക്കണം എന്നുള്ള സെറ്റപ്പിലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. എത്ര നാള് കഴിഞ്ഞിട്ടാ കാണുന്ന? 2 മാസമായി. 2 മാസം ഞങ്ങളിങ്ങനെ ഇരിക്കാറുള്ളതല്ല. 2 മാസമായി. അല്ല ജാനി, നാളെ നമുക്ക് കുളിക്കാണ്ടൊക്കെ വരാം. അയ്യോ, ബാഗിന് പോയിട്ടില്ലേ? ഞാൻ എടുത്തോളാം. നല്ല കനമുണ്ട്. ഞാൻ എടുത്തോളാം. അതിനകത്തും ചാനിയിടത്തിനകത്തും വെയിറ്റ് ഉണ്ട്. വെള്ളം കുപ്പി ഉണ്ട്. ആ വെള്ളം കളഞ്ഞാൽ വെയിറ്റ് കുറയും.
വെള്ളം മടുത്തുന്നു. അപ്പൊ എന്റെ അവസ്ഥയോ? ഞാനാണെങ്കി ഇന്നലെ ഷോൾഡറിനാണ് അടിച്ചതും ജിമ്മില്. അയ്യോ, കൊച്ചിനെയും കൂടെ പിടിച്ചിട്ട് എന്റെ കീഴി 4 സൈഡിൽ കൂടെ പോയി. വെയിറ്റല്ലേ, വേദനയല്ലേ? വേദന എടുക്കും നന്നായിട്ട്. പിറ്റേന്നേ വേദന വരുള്ളൂ. അപ്പൊ അങ്ങനെ അല്ലേ ചാലി? നിനക്കറിയാവോ അമ്മ അവിടെ കൊച്ചുങ്ങൾ പറയുന്ന കേട്ടോ. ഇപ്പൊ നിങ്ങളൊന്നും ഇല്ലാത്തപ്പോ എനിക്കുള്ള പിള്ളേരുടെ ഫ്രണ്ട്സ്, സിന്താമ്മയുടെ ഫ്രണ്ട്സ് ആണ് അവരൊക്കെ. അപ്പൊ അവരെ കൊച്ചുമകളെ പരിചയപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അതെ. ഇത്രയും ദൂരം ബസ്സിന് വന്ന ആളായിട്ട് തോന്നുന്നുണ്ടോ? മാറിക്ക്. വണ്ടി 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 അവളെന്ന് വണ്ടി വന്നിട്ടുണ്ട്. ആപ്പിള് മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. ഫുഡ് ഐറ്റംസ് ഒക്കെ തോരെ കൊടുത്തു. വെള്ളം ജ്യൂസും മേടിച്ചു കൊടുത്തു. പിന്നെ അല്ലാത്ത വെള്ളം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അതെ. അച്ചുവിന് ഫസ്റ്റ് സാലറി വന്നപ്പോ അതിൽ നിന്നൊക്കെ പൈസയൊക്കെ നമുക്ക് അയച്ചിട്ടൊക്കെ ഇരിപ്പുണ്ട്. അമ്മ വീഡിയോ ഉണ്ടായിരുന്നു ഇന്നത്തെ. ആണോ? വൈകിട്ടാട്ടോ ഇവിടെ വീഡിയോ ആണെന്നല്ലേ. അപ്പൊ അങ്ങനെ രാവിലെ പോലെ ഓരോ പണിയും കാര്യങ്ങളും സമയം കിട്ടിയില്ല. പിന്നെ എന്റെ വീഡിയോ എഡിറ്റ് ചെയ്തു. അല്ല, ഇവള് വന്ന് കഴിയുമ്പോ എഡിറ്റ് ചെയ്ത് നടക്കാന്ന് എനിക്കറിയാം. ജഗജാല കില്ലാടിയാണ്. ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. പൊക്കം വെച്ചല്ലേ അമ്മേ? പള്ളി പെരുന്നാൾ ഇങ്ങോട്ട് ചിരിഞ്ഞു നോക്ക്. പൊക്കമൊക്കെ വെച്ചു. ഹായ് പറഞ്ഞത് സിന്ധമ്മയുടെ വീഡിയോക്കകത്ത്. ഇതാരൊക്കെയാ? ഇതാരാ മോനെ? ആരാ? ജാനിയാണോ? അതാരാ ജാനി? ഇതാരാ? കല്യാണിയാണോ? എന്റെ ദൈവമേ, കല്യാണി പാഞ്ഞു വന്ന കേട്ടോ. കിങ്ങിണി ഇവിടെ എത്തിയെന്ന് കണ്ടപ്പോഴത്തേനും പാഞ്ഞു വന്നാ. പള്ളി പെരുന്നാളിന് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുക. ഞാനേ ആണോ? എന്നാ സിന്ധമ്മ ഇവക്ക് ഇച്ചിരി ചോറൊക്കെ വാരി കൊടുക്കട്ടെ. അവള് വിശന്ന് വന്നതല്ലേ കേട്ടോ. എന്നിട്ട് നമുക്ക് പോകാവേ. അയ്യോ, പള്ളിപ്പെരുന്നാളാ, കൊച്ചിന്റെ പള്ളിപ്പെരുന്നാൾ. അപ്പൊ നേണ്ടേ വന്നു. എന്റെ മയിൽവാഹനം ഒക്കെ എടുത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ട് അമ്മയും മോളൂടെ. ഇടുക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് എന്റെ സ്വന്തം. തൃശ്ശൂര് ചെന്ന സ്വന്തം. ഇവിടെ എന്റെ കീങ്ങെടുത്ത് എന്റെ വണ്ടിയുടെ താക്കോലിങ്ങെടുത്ത് അച്ഛൻ വണ്ടി ആ സെറ്റപ്പിൽ നോക്കും. പക്ഷെ നമ്മള് മൈൻഡ് ചെയ്യരുത്. ചേച്ചി നടന്ന് ഇവിടെ സിറ്റി പോയി കാണാൻ വേണ്ടി പോവാ കേട്ടോ. അവര് കുമാരി ചേച്ചി ഒന്നും വരുന്നില്ലല്ലേ? പാപ്പുവിന്റെ പല്ലെടുത്തോടെ ഒക്കെ തൂത്ത് കൊടുക്കുന്നു. പാപ്പുവിന്റെ അടുത്ത് വന്നു കേട്ടോ. തണുക്കുവേ. ഹംസഫേന്ന് പിന്നെ പോണം. മുസ്തഫ സാധനം മേടിക്കാൻ പോകുന്ന സിറ്റിയാ അത്. പക്ഷെ കുറച്ച് പോണം. അപ്പൊ മറന്നുപോയോ? മറന്നുപോയോടാ? കഥ പറച്ചില്ല. കഥ പറച്ചില്ല. കണ്ണമ്മാമന്റെ കൈ കേട്ടുണ്ട് കേട്ടോ. ചിയ കയറിയിരിക്കുന്നോണ്ട് ഇരിപ്പുണ്ട്. ചിയ ഇത് കാണുമ്പോ പോയാലോ? ചിയയെ കാണാൻ പോയാലോ പാലായിക്ക്? എന്നിട്ട് പാലായിക്ക് പോണം. എടാ, അപ്പൂന്റെ പനി പറഞ്ഞോ? ഡിസ്ചാർജ് ആയോ? കല്ലടച്ച് അടിച്ച് ഇപ്പം വന്നിട്ടല്ലേ. ഇന്ന് വണ്ടി താമസിച്ച് പോയില്ലേ? വൈകിട്ടോ? നമുക്ക് ഇവിടെ നിൽക്കാം. അയ്യോ, പഴയ മടിയെല്ലാം പോയല്ലേ?
അംഗൻവാടിയിലൊക്കെ എടുക്കാൻ പാടായിരുന്നു. ശരിയാ, കാരണം കുറെ ശ്രമിക്കുമായിരുന്നു അവളെ എടുക്കാൻ. ഇപ്പൊ പക്ഷെ പാടില്ല. ഒരു ഉമ്മ കൊടുത്തരാം കണ്ണ മാമനെ. ചക്കരമ്മയെന്ന് പറ. എന്താ ദൈവമേ. അങ്ങനെ അമ്മുവും ഞാനും ജാനുമോളും കൂടെ പ്രദക്ഷിണം കാണാൻ വന്നതാണ് കേട്ടോ. ചേട്ടായുടെ കടയിലൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും ഇതേണ്ടേ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങേ സൈഡിൽ തുടങ്ങി എടുക്കാൻ നോക്കിയിട്ടേ വെട്ടക്കുറവുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നത് കേട്ടോ. എന്നാ പറയുന്നത്, നേരത്തെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ എല്ലാ വർഷവും പ്രദക്ഷിണത്തിനും പോകുമായിരുന്നു പണ്ടൊക്കെ. ഭയങ്കര സന്തോഷമായിരുന്നു. ഇതൊരു ഭയങ്കര ഇത് നേർച്ച വെച്ചൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഭയങ്കര ഒരു അനുഭൂതിയായിരുന്നു കേട്ടോ, ഇങ്ങനെ ഇതിനകത്ത് ഉൾക്കൊള്ളുമ്പോൾ പങ്കുചേരുമ്പോൾ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇപ്പോൾ അത് നിന്ന് കാണുകയാണ്. ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ, ഒത്തിരി ആൾക്കാരുണ്ടേ. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടൊരു സുഖമില്ലെന്ന് ഓർത്ത് ഞാൻ ദേവ് ബേക്കറിയുടെ ഞങ്ങൾ കടയുടെ മുകളിൽ വന്നെടുത്താണ് കേട്ടോ. അതാകുമ്പോൾ ഇച്ചിരി കൂടെ നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ചേട്ടന്മാരും ചേച്ചിമാരും. ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് എൻ്റെ പഴയ അയൽവക്കക്കാരെ എല്ലാവരെയും കാണാൻ പറ്റും. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. പിന്നെ അമ്മ മാതാവിൻ്റെ നേരിട്ട് ഇങ്ങനെ പള്ളിപ്പെരുന്നാളാണ്. ഒന്നാന്തരം ഞായറാഴ്ച ദിവസമാണ് പള്ളിപ്പെരുന്നാളാണ്. ഇതേ മഴ എങ്ങനെ പോകും എൻ്റെ മുന്നേ കഴുന്നെടുത്തിട്ടും ഇല്ല. ഇന്നലെ അങ്ങ് പോയി കഴുന്നെടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് വയ്യാതാനും. മഴ കാരണം കല്യാണിക്കൊന്നും കയറിയും വരാൻ പറ്റുന്നില്ല. കൊച്ചിനങ്ങോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല. കാലി ചടുക്കും. അത് പറഞ്ഞിട്ട് ഇപ്പോൾ പാപ്പൂനെ വീഡിയോ കോൾ വിളിച്ചിട്ട് പറഞ്ഞു പാപ്പു ചെരുപ്പ് മേടിച്ചോണ്ട് വരാൻ. പാപ്പൂനോട് പറഞ്ഞോ ചെരുപ്പ് മേടിച്ചോണ്ട് വരാൻ. പാപ്പു പറഞ്ഞു മോൻ്റെ അളവ് അറിയത്തില്ലല്ലോ, ഇങ്ങോട്ട് ഉപ്പിറക്കി വായോന്ന്. പക്ഷെ എങ്ങനെ പോകും, പുരാനേ മതി. നല്ല മഴ. ഇന്ന് ഗാനമേളയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാ കേട്ടോ. കാഞ്ചിയാറ് പള്ളിയിലും പെരുന്നാളാ. സതീശൻ്റെ എവിടെയെങ്ങോട്ട് പോകുന്നു നോക്കണ്ടോ. ഇതേ ഞാൻ ഓസൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വെള്ളമൊക്കെ അഴിച്ച് കഴിഞ്ഞപ്പം മഴ പെയ്തേക്കുന്നത്. ഇത് എന്നാ കാലമാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. വേനൽക്കാലമാണോ മഴക്കാലമാണോ എനിക്കറിയത്തില്ല ശരിക്കും. സതീശൻ ഞാൻ അങ്ങോട്ട് പോന്നു. ഒന്നും പറയണ്ട ദൈവമേ. പള്ളിപ്പെരുന്നാളും ഒക്കെ പ്രമാണിച്ച് മഴയാണെങ്കിൽ എങ്ങനെ പോകും? എന്താണ് അമ്മച്ചി അമ്മയും കൊച്ചുമകളും കൂടെ? ഇത് അവിടെ മാതാവിൻ്റെ അവിടെ നേർച്ചയിടണം. പിന്നെ ഇത് മോൻ എന്തേലും മേടിച്ചു. അമ്മയുടെ ഇത് ഉള്ളു പൈസ. ചുമ്മാ ബലൂണൊന്നും മേടിക്കണ്ട. ബലൂൺ മേടിച്ചാൽ പൊട്ടിപ്പോവും. ഇന്നാൾ കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാളിന് എത്ര ബലൂണായിരുന്നു ഇവിടെ. അതുകൊണ്ട് ബലൂണ് വേണ്ട.
പൊട്ടിപ്പോ സ്കൂട്ടിയെ വരുമ്പോഴേക്കും കാറ്റ് പുറത്തേക്ക് കൊണ്ട് പോയാൽ സ്കൂട്ടിയൊക്കെ വീഴും. അതുകൊണ്ട് ബലൂൺ മേടിക്കണ്ട, വേറെ എന്തെങ്കിലും മേടിച്ചോ. അമ്മ വരുന്നില്ല, ഞാൻ ഈ പ്രാവശ്യം പള്ളി പെരുന്നാൾ പോകുന്നില്ല, പിള്ളേരെ കൊണ്ട് കഴിഞ്ഞിട്ട് നോക്കി. എനിക്ക് എന്നാ നടത്തില്ല, നന്നായിട്ട് കുളിര് പോരുന്നു, ഭയങ്കര ദേഹം വേദന. ഇന്നലെ എന്നാ നടത്തില്ല, ഇവരുടെ എടുത്തോണ്ട് ആറ്റിക്കൂടെ ഷോ കാണിച്ച് വന്നില്ലേ, അതാണോ എന്നാണോ? അല്ലെങ്കിൽ എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ ഒരു 2-3 ആഴ്ചയായിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പ്രശ്നങ്ങളാണ്. അതിൻ്റെ കൂട്ടി നാളെ എനിക്ക് 12-ാം തീയതി കട്ടപ്പന വരെ പോകേണ്ട അത്യാവശ്യം ഉള്ളതാണ്. അപ്പോൾ പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ പള്ളിക്ക് പോകുന്നില്ല. പള്ളിക്ക് ഭയങ്കര കാറ്റും തണുപ്പും കൂടിയാണ്. പിള്ളേര് പോയി സന്തോഷിന്റെ ഒക്കെ സിന്ധുവിന്റെയും അമ്മയുടെയും കൂടെ പോയി കൂടിയിട്ട് വരട്ടെ. ഇന്നലെ ഞാൻ പള്ളി പെരുന്നാളിൻ്റെ മാതാവിൻ്റെ അടുത്ത് കയറി പോകണമെന്ന് നോക്കാം, പക്ഷെ പോയില്ല. പക്ഷെ അത് അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇന്നലെ ഒറ്റ ദിവസമുണ്ട്. ഈ മഴ വന്നപ്പോഴത്തേനും എനിക്ക് വീണ്ടും വയ്യണ്ടായി. ഇതാണ് എൻ്റെ കളി. മടക്കി വെക്കണ്ടേ, കൂടി ഉമ്മയിട്ടാൽ മതി. ആ നീ അകറ്റി അല്ലേ ഇട്ടേക്കുന്നത്, അല്ല നീ അടുപ്പിച്ചല്ലേ ഇട്ടേക്കുന്നത്. അവളെ ഫ്രണ്ടിലല്ലേ? അതുകൊണ്ട് ആ സാധനമൊക്കെ മടക്കി പോയി, കാലിൻ്റെത്. ഇങ്ങോട്ട് മാറി നിൽക്കേ, അത് തിരിച്ചിട്ട് കയറിയാ പോരെ. ഓ എൻ്റെ ജയമ്മ, ഞാൻ ഈ വണ്ടി ഇപ്പോൾ കാറ്റടിച്ച് പോട്ട് വന്നാൽ എനിക്ക് ഒട്ടും വയ്യണ്ടാവും. പിന്നെ നാളെ പോകാതിരിക്കാം. ആണ്ട് അവിടെ നിന്ന് പൈസ മേടിച്ച് ആദ്യം പറ്റേ അല്ലടി, അത് പോവുകയല്ലേ. ആ കൂടിനകത്തിട്ടോ, നിൽക്കി ആണ്ട് അവൾ ഇടട്ടെ. ആ പോട്ടുവാ, എനിക്ക് പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. പിന്നെ ഞാൻ പോയി കഴിഞ്ഞാലേ പിന്നെ പണിയാവും. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. വന്നു, അവളുടെ സാധനങ്ങളൊക്കെ പറക്കിയിട്ടുണ്ട്. എൻ്റെ പൊന്നേ മതി. ബുക്കുണ്ടോ? ആണോ? ആ ബുക്ക് കിട്ടിയോ? ആ ഇതാണ് കൊച്ചിൻ്റെ പ്രോപ്പർട്ടീസ്. പെൻസിലോ? രാവിലത്തെ പെൻസിൽ എന്തി അതല്ലേ? എല്ലാം പിറക്കി കഴിഞ്ഞോ? ഒരു 2 കാര്യം സംസാരിക്കാനുണ്ട്. ഇങ്ങോട്ട് എനിക്ക് പറയുന്നത് കേട്ടോ. ഇത് തലമുടിയൊക്കെ നേരെ ഇട്ടെ, ഇങ്ങോട്ട് കാണിച്ചേ. ഓ ഒരു പെൻസിൽ ഇന്നലെ മുതൽ തപ്പിക്കൊണ്ട് നടപ്പുണ്ടായിരുന്നു. അമ്മ തടങ്ങണ്ട് മേടിച്ച് വെച്ചു. പെൻസിലല്ല കളർ. ഇതെല്ലാം കളി കഴിഞ്ഞാൽ ഇതേ തന്നെ ഒതുക്കി പറക്കി വെച്ചോണം. ഇന്ന് ഇത് ആര് മേടിച്ചെന്നാ? ഇതാര് മേടിച്ചെന്നാടി? ഇതാര് മേടിച്ചെന്നാ? അമ്മുവോ? ആണോ? ബലൂൺ ആരാ മേടിച്ചെന്നത്? കൊച്ചിൻ്റെ ബലൂൺ പോയി കിടക്കുന്നുണ്ടോ പൊക്കത്തി? ചിറ്റയോ? ആണോ? അമ്പിളിയമ്മേനാ മേടിച്ചെന്നത്? വളയോ? ആണോ? ഉഷാമയോ? ഐസ്ക്രീമോ? എല്ലാവരും എല്ലാം മേടിച്ചു തന്നോ? സന്തോഷിച്ച കാശ് തന്നോ? ആണോ? കൊച്ചിന് ഇഷ്ടമുള്ളത് മേടിച്ചോളാൻ പറഞ്ഞോ? എൻ്റെ പൊന്നെ, ഞാൻ വരാത്തതുകൊണ്ട് എനിക്ക് ആരും ഒന്നും മേടിച്ചും തന്നില്ല. ഷോ, കൊച്ചു മേടിച്ചു തരാമോ? ഇതാരും മേടിച്ചെന്നാ? ചെരുപ്പ്, നല്ല സൂപ്പർ ചെരുപ്പ് ആരും മേടിച്ചെന്നാ? എന്താരും മേടിച്ചെന്നാ? ആണോ? പപ്പു പാപ്പു അത് വീട്ടിൽ കൊണ്ടുപോവോ? അതിനെതിരെ ആണോ? എന്നാ കളിച്ചോ. പാപ്പു സിന്ധുമ്മയ്ക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് നിൽക്കുന്നത്. ഇത് എനിക്കുള്ളതാണ്, നിനക്കുള്ളതല്ല. അത് ഈ തലയും കാണിച്ചോണ്ട് അവിടെ ഇരുന്നു. ഇത് എനിക്കുള്ള ബിസ്ക്കറ്റാണ്. എൻ്റെ പാപ്പു എനിക്ക് മേടിച്ചു തന്നെ. ഏത്? അത് അച്ഛൻ മേടിച്ചതൊന്നുമല്ല. അത് ആണോ? ഇത് എൻ്റെ പാപ്പു എനിക്ക് മേടിച്ചു തന്ന ബിസ്ക്കറ്റാ. ഇപ്പൊ വേണോ നിനക്ക്? വേണോ? എന്നാ അവിടെ ഇരിക്കുന്നുണ്ടോ? ഈ ഉടുപ്പനെ മാറാഞ്ഞ് പള്ളി പെരുന്നാളിനൊക്കെ പോട്ട് വന്ന അമ്മയും മോളോട് കേട്ടോ. എന്നാ അമ്മ പൊട്ടിച്ച് തരാവേ. നല്ല സൂപ്പർ വിക്കറ്റാ. നല്ല വിക്കറ്റാണോ? ഇനി പാപ്പു മേടിച്ചോണ്ട് തന്നതാ. നെല്ലിയാണോ? കൊച്ചി തിന്നിട്ടുണ്ടോ ഇങ്ങനത്തെ? ഉണ്ടോ? ആരാ മേടിച്ചതെന്ന് കൊച്ചിന്? ആണോ? അരിഞ്ഞേട്ടായി വന്നിട്ടുണ്ട്. ആ നല്ലപോലെ മര്യാദക്കൊക്കെ ഒന്ന് ഓടിക്കേ. ഒന്ന് ഓടിച്ച്. ആ കൊള്ളാം കൊള്ളാം കൊള്ളാം. ആ സൂപ്പറാ കേട്ടോ. ആ എത്ര ലൈറ്റാ കത്തുന്നു. ഉണ്ടോ? പിള്ളേരെ പറ്റിക്കാൻ എന്ത് പൈസ. ആ 2 ലൈറ്റ്. കളറോ? ഗ്രീൻ, ബ്ലൂ, ഓറഞ്ച്, പർപ്പിൾ, ബ്ലൂ,
ഈ ആ വണ്ടിയുടെ ആ സ്റ്റിക്കിന്റെ കളർ എന്നാ? ഇതിന്റെ കളറാണ് ഇതിന്റെ ആ പിന്നെ ആ അതിന്റെ മറ്റേ ബാക്കി കൂടെ ചോദിച്ചാടാ. ആ ഇതിന്റെ ഓറഞ്ച്, ഇത് പിങ്ക്, ഇത് പിങ്ക് പിങ്ക്. മേടേക്ക് ഗുഡ് ഗേൾ ആട്ടോ. സെറ്ററൊക്കെ എടുത്തിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നെ പള്ളി പെരുന്നാളിന് ഗാനമേളയ്ക്ക് പോവാ. ഇന്ന് എങ്ങനെയാവോ എന്നാവോ? നിങ്ങൾ പോകുന്നുണ്ടോ ഗാനമേളയ്ക്ക്? ആണോ? ഇല്ലേ, ഞാനെങ്കിലും പോയില്ലട്ടോ കൊച്ചേ, എന്നെ കൊണ്ട് വയ്യ. എൻ്റെ പൊന്നോ, നല്ലതായിരിക്കും, നല്ല അടിപൊളി പരിപാടിയായിരിക്കും. എന്നാലും മഴ പെയ്യാനാ മതിയായിരുന്നു. മുമ്പേ മഴയല്ലായിരുന്നു ഉച്ചക്കുമ്പേ. മാതാവിൻ്റെ അടുത്താവോ? ചാറി. അത് മാതാവിന്റെ പ്രതീക്ഷണം ഇറങ്ങുമ്പോഴേ സാധാരണ ഒന്ന് പൊടിയുന്ന, അത് ശുദ്ധികലശം പറ്റുന്ന പനിനീര് തെളിക്കുന്ന അമ്മ മാതാവ്. നല്ല ഐശ്വര്യപൂർവ്വം എല്ലാ ഇതും മാറ്റുന്ന ദോഷങ്ങളൊക്കെ നല്ലതാ. ശുദ്ധീകരിക്കുന്നത്. കിങ്ങിണിയുടെ ബലൂണ് പോയിരിക്കുന്നുണ്ടോ? അതൊക്കെ അവളുടെ ചിപ്പിച്ചിട്ടയോ ആരാണ്ടൊക്കെ മേടിച്ചു കൊടുത്തു. ചിപ്പിച്ചിട്ട മേടിച്ചു കൊടുത്തു. പിന്നെ ആരാടി മേടിച്ചത്? വള അമ്പിളിയമ്മ മേടിച്ചു തന്നു. ആരാണ്ടെല്ലാം മേടിച്ചു കൊടുത്തു. ഒരുത്തൻ പള്ളി പെരുന്നാളിന് പോയിട്ട് മേടിച്ച ഗിഫ്റ്റ് കൊണ്ടുവന്ന് കാണിക്കുകയാണ് കേട്ടോ. കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു, മേടിച്ചു. ഇന്നാ കണ്ടു കിട്ടിയത്. ഇത് എന്നാ സാധനം? എന്നാ കത്തിയോ പിച്ചാത്തിയോ? ആ ഇങ്ങനെ കണ്ണ് കെട്ടിട്ട് എറിയുന്നതാണോ? ഇതെന്നാ എങ്ങനെ കളിക്കുന്ന? ആണോ ആണോ? ചൂനി കണ്ടില്ലേ? ഇത് ചൂനി കണ്ടില്ലേ? ചൂനിക്ക് കല്യാണി കൊണ്ടുപോയി ഇച്ചിരി ക്ലേ കൊടുത്തിട്ട് പോയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടുള്ള അംഗമാണ് ഇവിടെ. കൈക്കകത്തിട്ട് അടയുണ്ടാക്കുന്നു, അപ്പം ഉണ്ടാക്കുന്നു, പട്ടിക്കുഞ്ഞിനെ ഉണ്ടാക്കുന്നു. പിന്നെയോ പോക്കോൺ ഉണ്ടാക്കണോ? എന്നാ ഉണ്ടാക്കിയത്? പോക്കോൺ എങ്ങനെയാണോ ഇരിക്കുന്നത്? ആ ഇവന്റെ കളിപ്പാട്ടം കൊള്ളാം, സൂപ്പർ. പിച്ചാത്തി അമ്മ സ്കൂട്ടിയെ വെച്ച് സാഹസം കാണിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് എൻ്റെ പൊന്നെ ഞാനായിരുന്നു കൊടുത്തില്ലെങ്കിൽ ഇതെല്ലാം തവിട് പൊടിയായിരുന്നു. ഞാൻ ചേട്ടനോട് വിളിച്ചു പറഞ്ഞു, വേണ്ട മുട്ട ഇന്ന് കൊണ്ടുവരണ്ട, നാളെ കൊണ്ടുവന്നാൽ മതി ചേട്ടാ, ഈ പാല് കൊടുത്തു വിട്ടാൽ മതി. ഓട്ടോ സ്റ്റാൻഡിൽ വന്നപ്പോൾ പിള്ളേരെല്ലാം പറഞ്ഞത് ഇതെല്ലാം കൂടെ ഇപ്പം താഴെ വീട് കൊട്ടുന്നത്. അവള് ശ്രദ്ധിക്കാതെ വിട്ടടിച്ചു പോകുന്നത്. എവിടെ പോവാ? എവിടെ പോവാ ചൂനെ? മോളിലോ? ആ മോളില് കരോട്ട ഒക്കെ. വിഷ്ണു ചോദിക്കുക മോളിൽ എന്നതാ കരോട്ട എന്നതാ? ഞങ്ങളൊക്കെ കരേട്ട. ഇവിടെ ഒരാളെ വിളിച്ചു, അപ്പൊ 100 ബുദ്ധിമുട്ടുകൾ എനിക്ക് പറ്റിയ അല്ല പിന്നെ ഇറങ്ങി കേട്ടോ. അവിടെ സന്തോഷമാനും ടീമുകളും എല്ലാം ഉണ്ട്. സന്തോഷമാനും ടീമുകളും എല്ലാം ഉണ്ട്. എനിക്ക് പറ്റത്തില്ല എൻ്റെ പൊന്നെ. എനിക്ക് ശ്വാസം മുട്ടുവാണോ ഭയങ്കര അസ്വസ്ഥത. അല്ല ഞാൻ പോകും. പണ്ടൊക്കെയാണ് എനിക്കിഷ്ടം, ഇപ്പം ഇഷ്ടമില്ല. ആ മുമ്പേ പാപ്പുവിനെ വിളിച്ചപ്പോൾ പാപ്പു വിളിച്ചപ്പോൾ വിളിച്ചാലുണ്ട്. ഇപ്പം ചെന്നിട്ട് ലൈറ്റ് കത്തിക്കുന്നത്. അപ്പം പാപ്പു ഹലോ. ആ അതേ നമ്മൾ നോക്കുന്നു. അമ്മയും മകളൂടെ ഇത് കാണാനായിട്ടുള്ള പോക്കാ എൻ്റെ പൊന്നെ. സന്തോഷമാൻ്റെ കേട്ടാ. അവിടെ ചെന്നിട്ട് അവരുടെ കൂടെ കാറിനെങ്ങാനും പോയി കണ്ടു പിറക്കി, അല്ലെങ്കിൽ ഓട്ടോയ്ക്ക് എങ്ങാനും പോയി കണ്ടു പിറക്കിയിട്ടൊക്കെ വന്നു. ഭയങ്കര ഇഷ്ടമല്ലേ പിള്ളേരുടെ കൂടെ മേളാങ്കിക്കാൻ. പോട്ടെ. അവിടെ ചെന്നപ്പോൾ അവിടെ തങ്കച്ചഞ്ഞാനൊക്കെ നിൽപ്പുണ്ടേ. പിടിച്ചു വെച്ച് നീ അവിടെ എപ്പോഴടി വെച്ച് വന്നേന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ നടക്കില്ലേ തങ്കച്ചഞ്ഞാനൊക്കെ. എപ്പോഴാണ് വന്നേ കണ്ടോ? വിടുന്നുണ്ടോന്നുണ്ടോ? വർത്തന പറഞ്ഞിട്ട് നിൽക്കുക. എല്ലാവർക്കും വലിയ കാര്യമാണ് കേട്ടോ, അലക്കംകാർക്കൊക്കെ. അതൊക്കെ ഒരു സന്തോഷമല്ലേ. ഗാനമേളയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. കഴുതെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ കയറി പോകേണ്ടതാണ്. എനിക്കാണെങ്കിൽ ഈ ഒരു ചെറിയ മഴക്കോളും ഇതൊക്കെ വരുമ്പോഴത്തേനും ഉണ്ടല്ലോ, മൂക്കടയുന്നു, ജലദോഷം വരുന്നു, എന്നാണോ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളും. അതെന്താണെന്ന് വെച്ചാൽ ഈ കാലാവസ്ഥയുടെ തന്നെയാണ് തോന്നുന്നത്. ഇപ്പം മഴ പെയ്യേണ്ട സമയമാണോ? എൻ്റെ ദൈവമേ എനിക്കറിയത്തില്ല. എല്ലാം ഒരു പ്രത്യേക ഒരു പരിപാടികളാണ്. ശംഖുപുഷ്പത്തെ നിറച്ച് വെള്ളം ഇരിക്കുന്നത് നല്ല രസമല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ വല്ലതും കൂടെ ഇടിച്ചു പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.